നോക്കൂ ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് റാഗി പൗഡർ. റാഗിക്ക് പകരം മുത്താരി എന്ന് പറയും, മലയാളത്തിലെ പുല്ല് എന്ന് പറയും, പഞ്ഞപ്പുല്ല് എന്ന് പറയും, അങ്ങനെ പലതും പറയും, ഓരോ പേരുകളുണ്ട്. അത് എനിക്ക് പ്രത്യേകിച്ച് ആലോചിക്കണ്ട. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണക്കില്ലാത്താണ്. ഏറ്റവും അധികം വൈറ്റമിനും അയണും എല്ലാ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ മുത്താരി. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. കൊച്ചു പിള്ളേർക്ക് കുറുക്കി കൊടുക്കാനും നല്ലതാണ്. ഇതാക്കണം, ഇതായിട്ടാക്കാം. ഞാൻ 2 ടീസ്പൂൺ എടുക്കുള്ളൂ കേട്ടോ. 2 ആളല്ലേ ഉള്ളൂ, 2 ആൾക്കാർക്ക് കുറച്ചേ ഉണ്ടാകുള്ളൂ. 2 ടീസ്പൂൺ റാഗി ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുക്കുക. കുറേ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുക്കുക. ഇതിൻ്റെ നിറം കൊണ്ടു നല്ല പോലെ കലക്കാം. ഇപ്പോൾ റാഗി 2 ടീസ്പൂൺ ഞാൻ കലക്കി 1 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ തൊടണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തൊടാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് നെയ്യിടുക. 1 ടീസ്പൂൺ നെയ്യിടുക കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ്. സൂപ്പല്ലേ, അപ്പം നെയ്യ് തന്നെ ആയിക്കോട്ടെ. ഒരു നുള്ളു ജീരകം ഇടുക ആദ്യം. ഈ ജീരകം പൊട്ടിയിട്ട് നമുക്ക് ഉള്ളി മൂപ്പിക്കുക കേട്ടോ. സൂപ്പിലൊക്കെ ആവശ്യം. ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി, അതെല്ലാം അതിലിട്ടു കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി. ഇതൊന്ന് മൂപ്പിക്കണം, നെയ്യിൽ മൂപ്പിക്കുക കേട്ടോ. പിന്നെ ഇടുന്നത് ബീൻസ്, ക്യാരറ്റ് ഒക്കെ ഉണ്ട്, വെജിറ്റബിൾസ്. അത്ര വെജിറ്റബിൾസുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അത്രേ ഇടുന്നുള്ളൂ. വെജിറ്റബിൾസ് എത്ര കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ അത്ര കൊള്ളിക്കാം. ഉപ്പിടാം. സൂപ്പിന് ഉപ്പ് വേണത്, അത് എളുപ്പം വഴങ്ങി കിട്ടും. ഗ്രീൻ പീസ് കേട്ടോ. ആദ്യം ഉള്ളി വെളുത്തുള്ളി മൂപ്പിച്ചു, ജീരകം മൂപ്പിച്ചു, ഉള്ളി വെളുത്തുള്ളി മൂപ്പിച്ച് ഗ്രീൻ പീസ് ഇട്ടു, ഉപ്പിട്ടുണ്ടായിട്ടല്ലോ. സൂപ്പിന് വേണ്ട ബ്രെഡ് കളി കഷ്ണങ്ങളാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് ബട്ടറിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ്, അല്ലെങ്കിൽ നെയ്യിലായാലും കുഴപ്പമില്ല. 2 ടീസ്പൂൺ റാഗി എടുത്ത വെള്ളത്തിൽ 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചു. അതിതാ കൊടുക്കണം കേട്ടോ. തീ കുറയ്ക്കണം. അപ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം. ഇത് പെട്ടെന്ന് കട്ട വെക്കും, അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചു. ഇനി ഇതിങ്ങനെ നല്ല തീയിലിരുന്ന് കാണാം. ആ ബ്രെഡ് കഷ്ണങ്ങൾ പീസസ് വറുക്കാനാട്ടോ നെയ്യിടണം. ബ്രെഡ് കഷ്ണങ്ങൾ ഇടുന്നുണ്ടാ നല്ല ടേസ്റ്റായിട്ട് വറുത്ത് വെച്ചാൽ. സൂപ്പ് കലായിട്ടോ, നല്ല രസമുണ്ട്. ഇനി ഞാൻ ബൗളിൽ പകർത്തി കാണിക്കാം. വളരെ ന്യൂട്രീഷ്യസും വളരെ ടേസ്റ്റുള്ള സൂപ്പാണത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതിൽ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിന് മുമ്പ് ഞാനിത് ബൗളിലേക്ക് പകർത്തട്ടെ. കുരുമുളക് പൊടി ഇട്ടു, ഇത്തിരി കൂടി ഇടാം. കുരുമുളക് പൊടി വേണം അതിൽ നല്ല രസമുള്ള ചുണയുണ്ട്. ഇതാ സൂപ്പ് തയ്യാറായി നോക്കും. അതിൽ വെജിറ്റബിൾസ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ അത്യാവശ്യം ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പൊടിയുണ്ട്, നെയ്യിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാൻ സ്വാദ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇട്ടോളൂ. ബ്രെഡ് വറുത്തതാണ്, ബ്രെഡ് നെയ്യിൽ പൊരിച്ചതാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഈ സൂപ്പ് ഒന്ന് കുടിച്ച് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ്, വളരെ നല്ല ടേസ്റ്റാണ്, വളരെ നല്ലതാണ് ഹെൽത്തിന്. വളരെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ശരീരം മെലിയിക്കാൻ, അതായത് ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാർ, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാർ ഇതൊരു നേരത്തെ ആഹാരമാണ്. ഡിന്നറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അതിൻ്റോടൊപ്പം ഒരു മുട്ട കഴിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ. അല്ലെങ്കിൽ ഡിന്നർ രാത്രി കഴിക്കൂ. രാത്രി കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡിന്നർ ആയില്ലേ. മുട്ട കഴിക്കൂ, ഈ സൂപ്പ് കഴിക്കൂ. കാർബോഹൈഡ്രേറ്റ്സ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തടി കുറയും, യാതൊരു പ്രശ്നവുമില്ല. വളരെ നല്ലൊരു ഉത്തമ മാർഗ്ഗമാണ് ഇത്. വളരെ സ്വാദുള്ള സൂപ്പാണ്. എല്ലാവരും ഇത് നോക്കണം, അതാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവരും ചെയ്ത് നോക്കൂ, എന്നിട്ട് പറയൂ. എന്നിട്ട് കമൻസ് ഒന്ന് എഴുതൂ കേട്ടോ പ്ലീസ്. എല്ലാവരും ഒന്ന് കമൻസ് എഴുതൂ. ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട ഒരു സൂപ്പാണിത്. കുടന്ന വയറും തടിയൊന്നും ഇല്ലാണ്ട് സ്ലിം ബ്യൂട്ടികളാവാനുള്ള ഒരു സൂപ്പ്. അത് എല്ലാവരും ഒന്ന് ട്രയൽ നടത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.